സാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ അവർ ഈ തിരിച്ചടിയുടെ കാരണങ്ങൾ തേടി പോയപ്പോൾ കണ്ടെത്തിയത് ഈ ഹിന്ദു ഭൂരിപക്ഷമുണ്ടല്ലോ, ആ വിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ BJP-യിലേക്ക് വോട്ട് ചോർന്നതായി കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ പിണറായി ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു, അതോടൊപ്പം തന്നെ SDP-യെ വിമർശിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങളാണ് നാം കണ്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഹിന്ദുക്കൾക്ക് വേണ്ടി DYFI രംഗത്തിറങ്ങിയിരിക്കുകയാണ്, തെരുവോരങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ആക്രമിക്കുന്നത് ഇപ്പോൾ കുറച്ചു നാളായി പതിവാണല്ലോ. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ DYFI രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ പുതിയ തന്ത്രത്തിനുള്ള കാരണം? എന്താണ്? അതെ, ഇവിടെ ഇവരുടെ കാൽ കീഴിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പൊക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പിന്നെ ഈ ഹിന്ദു പ്രേമം കാണിക്കാനായിട്ട് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നന്നായിട്ട് കിട്ടി. പല മണ്ഡലങ്ങളിൽ നിന്നും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. ഈഴവ വോട്ടുകളാണ് കൂടുതലായിട്ടും CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയത്. ഇത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് പാർട്ടി നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനി ഹിന്ദുത്വ പ്രേമം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളോട് വലിയ പ്രേമം കാണിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു DYFI ചിലപ്പം ഡബിൾ എ റഹീമിൻ്റെ നേതൃത്വത്തിൽ അങ്ങ് ബംഗ്ലാദേശിലേക്ക് മാർച്ച് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു. റഹീം എന്ന് പറഞ്ഞ ആള് വലിയ ജഗജില്ലിയല്ലേ, പാർലമെന്റിൽ നരേന്ദ്രമോദിയെ പോലും വിറപ്പിച്ച ആളാണ്. മോദി പിന്നെ റഹീമിൻ്റെ പ്രസംഗം കേൾക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങിപ്പോകും, അത്ര ഭയമാണ് എന്നാണ് റഹീം അഹങ്കരിക്കുന്നത്. റഹീം എന്ന് പറയുന്നത് ഈ ഒരു കൂപ മണ്ടൂക ബുദ്ധിയാണ്, കിണറ്റിൽ കിടക്കുന്ന തവളയുടെ ബുദ്ധിയാണ്. ഈ DYFI എന്ന് പറയുന്നത് എവിടെയുള്ള സംഘടന? അവരുടെ വിചാരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ DYFI അങ്ങ് വ്യാപിച്ചു കിടക്കുകയാണ്, അഖിലേന്ത്യാ സംഘടനയാണെന്ന്. അപ്പൊ ഇവിടുന്ന് DYFIയുടെ ഈ പ്രസ്താവനയൊക്കെ ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി അവിടെ ഹിന്ദുക്കളോട് ഇപ്പോൾ വലിയ പ്രേമമാണ് കാണിക്കുന്നതെന്നാണ് അറിയുന്നത്. കാരണം കേരളത്തിലെ DYFI ഇങ്ങനെയൊക്കെ എഴുതി വിട്ടിരിക്കുന്നു. അതിൽ പേടിച്ച് ചിലപ്പോൾ ഇനി ഈ റഹീമൊക്കെ അവിടെ ചെന്ന് ഇങ്ങേരുടെ ചെവിയിൽ ചീത്ത വിളിക്കുമോ എന്ന് പേടിച്ച്. റഹീം ഇവിടുത്തെ കോളേജിലെ പ്രൊഫസർമാരുടെ സ്ത്രീ മാർച്ച് ചിലപ്പോൾ അതെ, വനിതാ പ്രൊഫസർമാരുടെ ചെവിയിൽ ചീത്ത വിളിച്ചിട്ടുള്ള മഹാനാണ് അദ്ദേഹം. വലിയ വിദഗ്ധനല്ലേ, അതിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഡോക്ടറേറ്റും ഉണ്ടെന്ന്. അപ്പൊ എന്തായാലും ഈ ഹിന്ദുത്വ പ്രേമം എത്ര വരെ പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഹിന്ദുക്കൾ ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ പ്രേമത്തിന്റെ പിന്നിൽ എന്താണ്? പണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ, മുതലയുടെ ഹൃദയം ആഗ്രഹിച്ച കുരങ്ങന്റെ ഹൃദയം ആഗ്രഹിച്ച മുതല എന്ന് പറഞ്ഞതുപോലെ ഹിന്ദുക്കളെ ഇങ്ങനെ മോഹിച്ച് നടക്കുകയാണ് DYFI. അപ്പോൾ ഈ ഹിന്ദുത്വ പ്രേമം കാണിച്ചു കഴിഞ്ഞാൽ ഇനി എല്ലാവരും ഇങ്ങനെ കൂടെ വരുമെന്നാണ്. ഇവരുടെ ചിത്രം എന്താണെന്ന്, ഇവരുടെ ഗുണം എന്താണെന്ന് ഈ കൃത്യമായിട്ട് ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് എന്ന് നന്നായിട്ട് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ പോയ പോക്കൊന്നും തിരിച്ചു വരത്തില്ല. കാരണം പിണറായി വിജയനാണെങ്കിൽ പോലും തരാതരം പോലെ നിന്നുകൊണ്ട് ഈ മുസ്ലിം പ്രകടനം നടത്തുന്നു, ചിലപ്പോൾ അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനകത്തെ കാപട്യം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇവരെ ഓരോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഹിന്ദുത്വ പ്രേമം. ഇടയ്ക്ക് ഓർക്കുന്നുണ്ടല്ലോ, ഇവർ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ തുടങ്ങിയവരാണ്. അതുപോലെ ഹൈന്ദവ അതെ, അങ്ങനെ ഹൈന്ദവ വിശേഷാവസരങ്ങളും ഒക്കെ ഇവരെ ഏറ്റെടുക്കാൻ തുടങ്ങി. ശബരിമല തീർത്ഥാടന കാലമാകുമ്പോൾ തീർത്ഥാടകർക്ക് അന്നദാനം, വെള്ളം ഇവയൊക്കെ നൽകുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ഞങ്ങൾ നിങ്ങളെയും ചേർത്ത് നിർത്തുന്നവരാണ്, അല്ലാതെ മുസ്ലിം സമുദായത്തിനെയോ ജമാഅത്ത് ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ മാത്രമല്ല ചേർത്ത് നിർത്തുന്നത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളെ ഞങ്ങളൊപ്പം കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്
ഈ കാപട്യം ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇവരുടെ പാലസ്തീൻ പ്രേമം എന്തായിരുന്നു? അല്ലെങ്കിൽ ശരി, മതേതര സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ യുദ്ധം എവിടെ നടന്നു കഴിഞ്ഞാലും അവിടെ മരിച്ചു വീഴുന്നവരോടൊപ്പമായിരിക്കണം. അതുണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. ഒരു യുദ്ധം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കക്ഷിക്ക് വിജയമുണ്ടാകാം, ഒരു കക്ഷിക്ക് പരാജയം ഉണ്ടാകാം. ഈ വിജയിച്ച കക്ഷികൾക്ക് നഷ്ടമില്ലെന്നല്ല അർത്ഥം, അവർക്കും നഷ്ടമുണ്ട്. ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ എപ്പോഴും ഉണ്ടാകും എല്ലാ യുദ്ധത്തിലും. അത് കൗരവ പാണ്ഡവ യുദ്ധം ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലും ഇരുഭാഗത്തും ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ലാഭത്തിന്റെ കണക്കൊന്നും അങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയത്തില്ല, നഷ്ടത്തിന്റെ കണക്ക് മാത്രമേ ഉള്ളൂ. വിജയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ളതാകാം. എന്ന് പറഞ്ഞതുപോലെ ഈ വക കാര്യങ്ങളിലൊക്കെ തന്നെ യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ ഇതിനെ നേരിടേണ്ട അത് മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിലായിരിക്കണം. ഫലസ്തീൻ പ്രശ്നത്തിന്റെ പേരിൽ എന്താണ്? ഇവിടെ സാംസ്കാരിക നായകന്മാരെല്ലാം ഒന്നിക്കുന്നു. കാരണം AKI സെന്ററിൽ എന്ന് പറയുന്ന അനുസരിച്ചാണ് ഇവർ കുരയ്ക്കാൻ ഇറങ്ങുന്നത്. അവിടെ നെല്ലിൻ കഷ്ണം ഇട്ടു കൊടുക്കും അല്ലേ? അല്ലെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി യുദ്ധത്തെ എതിർക്കണം. എല്ലാ യുദ്ധവും പലതരത്തിലുള്ള നാശത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള രീതിയിലുള്ള സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ പലസ്തീൻകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ മെഴുകുതിരി കൊളുത്തുന്നു, വേറൊരിടത്ത് മെഴുകുതിരി കൊളുത്തുന്നു. മെഴുകുതിരി കൊളുത്തുന്നു അല്ല, DYFIക്കാരുടെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിന് നല്ലതാണ്. കാര്യം എന്നറിയാമോ? ഈ മെഴുകുതിരി ഇൻഡസ്ട്രി പൂട്ടാതെ കിടക്കും. ലോകത്തുള്ള വലിയ വലിയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ്. അപ്പൊ മെഴുകുതിരി എന്ന് പറയുന്ന ആ ഒരു വ്യവസായം കോട്ടം ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് വെറും കപടമുഖമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കൂടുതലാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പല സമയത്തും ഇവരെങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേതാക്കന്മാർ സഹിതം ഇത് താഴെ തട്ടിലുള്ളവർ കൊടുക്കുകയാണ്. ഇനിയിപ്പോ ഇത് SFIയിലേക്ക് അങ്ങ് വ്യാപിക്കും. DYFI ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്നത്, നമ്മളെ പറ്റിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അല്ല, ഇത് തുടക്കമിട്ടത് എന്തായാലും പിണറായി വിജയനാണെന്ന് തോന്നുന്നു. അദ്ദേഹമായിരുന്നു അല്ലെ ജമാഅത്തെ ഇസ്ലാമി അല്ല വലിയ രീതിയിൽ വിമർശിച്ചല്ലേ തുടങ്ങി വന്നത്. അത് ഈ ലീഗിനോടുള്ള ഒരു ഇടയ്ക്കൊരു വലിയ അമിത പ്രീണനം നടത്തിയിരുന്നല്ലോ. കാരണം ലീഗിനെ ഈ മറുപക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. കാരണം ലീഗിന് ഭരണമില്ലാതിരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ലീഗ് അടിക്കടി വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതും കോൺഗ്രസിന്റെ തണലിൽ നിന്നുകൊണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇനി എനിക്ക് തോന്നുന്നു കോൺഗ്രസിനെ വിഴുങ്ങാൻ പോകുന്ന തരത്തിലേക്ക് ലീഗ് മാറുകയാണ്. അപ്പോൾ 2026 കേരളം ലീഗ് ഭരിക്കുന്ന അവസ്ഥയിലെത്തും എന്ന് പറഞ്ഞാൽ ലീഗ് ആയിരിക്കും തീർച്ചപ്പെടുത്തുന്നത് ആരായിരിക്കണം മുഖ്യമന്ത്രി, ആരായിരിക്കണം, കോൺഗ്രസിൽ എത്ര പേർ മന്ത്രിമാർ വേണം, ലീഗിൽ നിന്ന് എത്ര പേർ വേണം. ഈ വക കാര്യങ്ങളിലൊക്കെ നിർണായകമായ ശക്തിയായി ലീഗ് മാറും. മുഖ്യമന്ത്രി ആകണമെന്നല്ല, ഭരണം ഇവരുടെ കൈകളിലൂടെ തന്നെ പോകും. പ്രധാനപ്പെട്ട വകുപ്പുകളും കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്. കാലക്രമേണ ഇവർ കൂടുതൽ സീറ്റ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചോദിക്കും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കും. കൂടുതൽ സീറ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വിജയം ഉണ്ടാകുന്ന ഇടം തന്നെയാണ്. അവരുടെ ചില പോക്കറ്റുകളുണ്ട്. ആ വിജയം ഉണ്ടാകുമ്പോൾ ഇവർക്ക് മന്ത്രിസഭയിൽ ബാർഗെയിനിങ്ങും ശക്തമാകുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? നഷ്ടം മുഴുവൻ കോൺഗ്രസ്സുകാർക്കായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു രീതിയിലേക്ക് പാർട്ടി മാറുകയും ചെയ്യും. ആ മാറ്റം ഈ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും DYFIയുടെ പ്രതിഷേധം അങ്ങനെ തുടരട്ടെ. ലോകത്ത് ആരെങ്കിലും വേണമല്ലോ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനായിട്ട്. അത് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നു.